ഇത് പുസ്തകത്തിന്റെ ഫോട്ടോ ആണ്. വലിയ ക്ലിയർ ഇല്ല, പക്ഷെ പുസ്തകത്തിന്റെ ഫോട്ടോ തന്നെ മതി. വേറെ ഒന്നും പഠിക്കാനൊന്നും ഇല്ല കാര്യമായിട്ട്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം തന്നെ ഇവിടുന്ന് പറഞ്ഞ് ഞാനാണ് തുടങ്ങിത്തരാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ പാഠത്തിൽ താവ് കൊണ്ട് അവസാനിക്കുന്ന വേർഡ്സ് എല്ലാം സയ്യാറത്ത്, ത്വാവിലത്ത്, നജാത്ത്, ത്വാലിബത്ത്, മുദരിസത്ത്, മുമരദത്ത്, സുബ്ഹാനത്ത്, ദവാജത്ത്, ബനാത്ത്, സബൂറാത്ത്, ഇതൊക്കെ മുഅന്നസാണ്, സ്ത്രീലിംഗം, പെണ്ണിനെ കുറിച്ചാണ്. ഓക്കെ, ഇനി ഇപ്പുറത്തുള്ള താവ് കൊണ്ട് അവസാനിച്ചതല്ല വാഹിദ്, ബിലാൽ, അവറാഖ്, കുന്നാബ്, കുതുബ്, അത്ബാഹ്, യുവർ, മുഹമ്മദ്, വൽവാൻ, റുബൻ, ഇതൊക്കെ പുല്ലിംഗമാണ്, മുദക്കറാണ്, ആണിനെ കുറിച്ചാണ്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എണ്ണത്തിനെ കുറിച്ചും ഇതേ നിയമം തന്നെ പറയുകയാണ്. വാഹിദ്, ഇത്നാനി മുദക്കറാണ്. ഓക്കെ, ഇങ്ങനെ താവില്ലാത്തൊക്കെ മുദക്കറാണ്. വാഹിദ്, ഇത്നാനി, സലാസത്ത് ഉണ്ട്, അത് മുഅന്നസാണ്. അർബഅത്ത്, ഖംസത്ത്, സിത്തത്ത്, സബഅത്ത്, തമാനത്ത്, സഅത്ത് ഒക്കെ മുഅന്നസാണ്. മുഅന്നസ് സ്ത്രീലിംഗമാണ്, കാരണം താവുകൊണ്ട് അവസാനിക്കുന്നതാണ്. എന്നാൽ ഇതിന്റെ വാക്യങ്ങൾ വാഹിദ്, ഇത്നാനി, സലാത്ത്, അർബഅത്ത്, ഖംസത്ത്, സിത്തത്ത്, സബഅത്ത്, തമാനത്ത്, തിസ്അത്ത്, അശർ. കേട്ടോ, എണ്ണം താവുകൊണ്ട് അവസാനിക്കാത്തത് മുദക്കറും താവുകൊണ്ട് അവസാനിക്കുന്നത് വാഹിദത്തി, ഇത്നാനി. ഇവിടെ മാത്രം താവുകൊണ്ട് അവസാനിക്കുന്ന ഇടയിൽ താവുന്നതാണ് വാഹിദത്തി, ഇത്നാനി, സലാസത്ത്, അർബഅത്ത്, ഖംസത്ത്, സിത്തത്ത്, സബഅത്ത്, തമാനത്ത്, തിസ്അത്ത്, അശറത്ത്, ഇതെല്ലാം മുഅന്നസാണ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കാം. താവുകൊണ്ട് അവസാനിക്കുന്ന സാധനങ്ങളുടെ പേരായാലും എണ്ണമായാലും മുഅന്നസാണ്. താവുകൊണ്ട് അവസാനിക്കാൻ അല്ലാത്ത എണ്ണമായാലും സാധനങ്ങളുടെ പേരായാലും മുദക്കറാണ്. ആണ്, പെണ്ണ്. താവുകൊണ്ട് അവസാനിക്കുന്ന പെണ്ണ്, താവുകൊണ്ട് അവസാനിക്കുന്നത് ആണ്, താവുകൊണ്ട് അവസാനിക്കുന്നത് മുഅന്നസ്, താവുകൊണ്ട് അവസാനിക്കാത്ത മുദക്കർ. ഈ കാര്യം കൂടെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. കേട്ടോ, കലമുൻ താവുകൊണ്ട് അവസാനിക്കുന്ന അത് മുദക്കറാണ്. അപ്പൊ വാഹിദുൻ എണ്ണവും മുദക്കറാണ്. കലമുൻ വാഹിദ്, നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയാൽ മതി, മനസ്സിലാക്കുന്നെങ്കിൽ. ഓക്കെ, കലമുൻ വാഹിദുൻ, സാധനവും മുദക്കർ, എണ്ണവും മുദക്കർ. മിവല്ലത്തുൻ വാഹിദത്തുൻ, സാധനവും മുഅന്നസ്, കണ്ടോ, താവുകൊണ്ട് അവസാനിക്കുന്നതാണ്, എണ്ണവും മുഅന്നസ്. ഇവിടെ ഫലമാൻ, ഇത്നാനി, മുദക്കർ, മുദക്കർ, മുഅന്നസ്, മുഅന്നസ്. പക്ഷെ 3 മുതൽ 10 വരെയുള്ള നമ്പറിന് എണ്ണം മുഅന്നസ്, സലാസത്ത് എന്നാണെങ്കിൽ അത്ലാമ് മുദക്കറാണ്. പേന മുദക്കറല്ലേ, കലമ് മുദക്കറല്ലേ, പറയില്ലല്ലോ. എന്നാ ഇവിടെ സലാത്ത് എണ്ണം മുദക്കറാണെങ്കിൽ സാധനം മിവല്ലാത്ത്, കൊട മുഅന്നസാണ്, താവുകൊണ്ട് അവസാനിക്കുന്ന മുഅന്നസാണ്. അപ്പൊ 3 മുതൽ 10 വരെ എണ്ണം മുഅന്നസ് ആകുമ്പോ സാധനം മുദക്കറും, എണ്ണം മുദക്കറാകുമ്പോ സാധനം മുഅന്നസും ആയിരിക്കും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ നിയമം. പിന്നെ നിയമം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രണ്ടെണ്ണത്തിലും ആദ്യം സാധനത്തിന്റെ പേര്, ഈ 1, 2 ഒരു സെറ്റും 3 മുതൽ 10 വരെ വേറെ സെറ്റും ഇതെല്ലാം മനസ്സിലാക്കുക. 1, 2ന്റെ പ്രത്യേകതയാണ് സാധനവും എണ്ണവും മുദക്കറാണ്, മുദക്കർ, മുഅന്നസാണ്, മുഅന്നസ്. 1. രണ്ടാമത്തെ നിയമം, സാധനത്തിന്റെ പേര് ആദ്യവും എണ്ണം രണ്ടാമതുമാണ് പറയാം. കലമുൻ വാഹിദുൻ, മിദല്ലത്തുൻ വാഹിദത്തുൻ, കലമാൻ, ഇത്നാനി, മിദല്ലത്താൻ, ഇത്നാനി. കണ്ടോ, പക്ഷെ 3 മുതൽ 10 വരെ മാത്രം ആദ്യം എണ്ണം പറയും, പിന്നെയാണ് എന്ത് പറയാ, സാധനത്തിന്റെ പേര് പറയും. നോക്കൂ, ഇവിടെ എണ്ണം പറയുന്ന ശേഷം സാധനത്തിന്റെ പേര് പറയും. കണ്ടോ, ഈ സാധനം വെച്ച് നമുക്ക് ഈ പട്ടിക മൊത്തം നോക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ കിതാബ് വാഹിദ്, സയ്യാറത്ത് വാഹിദ്, 1ഉം 2ഉം ആദ്യ സാധനത്തിന്റെ പേരാണ്. താവുകൊണ്ട് അവസാനിക്കുന്ന കുട്ടിയുടെ മുഅന്നസാണ് ഇത് രണ്ടും. അപ്പൊ ഇത് മുഅന്നസാണ്, ഇത് രണ്ടും മുദക്കറാണ്, ഇത് രണ്ടും മുദക്കറാണ്. പക്ഷെ 3 മുതൽ താഴെ ഇത് മുഅന്നസാണ്, ഇത് മുദക്കറാണ്, ഇത് മുഅന്നസാണ്, ഇത് മുദക്കറാണ്. ആദ്യം എണ്ണം പറയുന്നു, പിന്നെ സാധനം പറയുന്നു, ആദ്യം എണ്ണം പറയുന്നു, പിന്നെ സാധനം പറയുന്നു. ഈ കാര്യങ്ങൾ, ഈ നിയമങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കാം. നോക്കൂ, എണ്ണം 1 ആണെങ്കിൽ അടുത്ത നിയമം 1 ആണ്. കലമുൻ, കിതാബുൻ, കുർസിയാണ്, കുർസിയുൻ, കിതാബുൻ, ത്വാലിബുൻ, വറുദുൻ എന്നൊക്കെ പറയാം. അങ്ങനെയല്ല. എന്നാൽ 2 വർദാനി എന്നല്ല. എന്നാൽ 2 കൂടുതലാണെങ്കിൽ വുറൂദുൻ, എന്താണ്, കുതുബുൻ, തുലാബുൻ, ഈ രൂപത്തിൽ ജംഅാക്കി ചെയ്യും. അപ്പം മുഫ്രദും മുതല്ലിം ജംഅ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് കുറച്ചുകൂടി വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ജംഅൊക്കെ മനസ്സിലാവുള്ളൂ. ആനി കൂടുതൽ മുസല്ലയാണ്, 2 ആൾക്കാർ പറയാനാണ് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവും. എന്നാൽ ജംഅ് പലയിടത്തും പല മനസ്സിലാവും. അക്ലാവ് എന്നാണ് അവിടെ, ഔറാഖ് എന്നാണ്, തുലാബ് എന്നാണ്, കുതുബ് എന്നാണ്. എന്നാൽ ഈ രൂപം ജംഅ് പഠിച്ചു വെക്കുക. അപ്പൊ ഒരാളാണെങ്കിൽ ഒറ്റ സാധനത്തിന്റെ പേരും 1 എന്ന രൂപത്തിലുണ്ടാകുക. 2 എന്നാണ് സാധനത്തിന്റെ പേരും 2 എന്നുണ്ടാകുക. 2 കൂടുതലാണ് എല്ലാത്തിനും ജംഅിന്റെ വചനം ഉണ്ടാകുക. അതാണ് നമ്മൾ ഈ
പേജ് പഠിക്കുന്ന കാര്യങ്ങളല്ലോ. എല്ലാ രൂപങ്ങളും എണ്ണപ്പെടുന്ന വസ്തുവിനായിരിക്കും. 1, 2 പ്രത്യേകതാണ്. എല്ലാത്തിലും എല്ലാ രൂപങ്ങളിലും എണ്ണപ്പെടുന്ന വസ്തുവിനായിരിക്കണം. എന്ന് വെച്ചാൽ സാധനം ആണെങ്കിൽ എണ്ണം മുതക്കൽ എന്നതുപോലെ തന്നെ സാധനം 1 നടത്താൻ ഇത് 1, 2 എണ്ണം നടത്താണെങ്കിൽ കുർസിയാനി ഇതിനാനി താവിലത്താനി ഇതിനത്താനി മുഫ്തുൽ വാഹിദ് കണ്ടോ. മുതക്കറാണ് മുതക്കർ, മുഅന്നസാണ് മുഅന്നസ് എന്ന കാര്യവും. അതുപോലെ തന്നെ ആദ്യം സാധനത്തിന്റെ പേരാ പറയാ, പിന്നെയാണ് എണ്ണം പറയാ എന്ന് നമ്മൾ പറഞ്ഞു. 3 മുതൽ 10 വരെ ഉള്ളത് എണ്ണപ്പെടുന്ന വസ്തുവിനെ ബഹുവചനാക്കണം. ഓക്കെ, അക്ലാമുൻ കുതുബുൻ എന്ന് പറഞ്ഞ് ബഹുവചനാക്കി പറയണം. കലമ് ഒരു പേര്, അക്ലാമ് പേനകൾ ജമാഅത്ത് പറയണം. അതുപോലെ തന്നെ താഴോട്ടുള്ളതിൽ മൊത്തം തുല്ലാബിൻ സബൂറാത്തിൻ എന്നിങ്ങനെ കെസ്റ് തരണം. എണ്ണപ്പെടുന്ന വസ്തുവിന് ഇപ്രകാരം കെസ്റ് തരണം. പിന്നെ എണ്ണപ്പെടുന്ന വസ്തു മുതൽ പുല്ലിംഗമാണെങ്കിൽ എണ്ണത്തെ സ്ത്രീയിൽ മുഅന്നസാക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. 3 മുതൽ 10 വരെ സാധനം മുതക്കറാണെങ്കിൽ എണ്ണം മുഅന്നസ്, സാധനം മുഅന്നസാണെങ്കിൽ എണ്ണം മുതക്കർ എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണെങ്കിൽ മഅദൂദാണെങ്കിൽ എണ്ണത്തെ പുല്ലിംഗം നേരെ ഓപ്പോസിറ്റ്, വളരെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ സാധനം മുതക്കറാണെങ്കിൽ എണ്ണം മുഅന്നസ്, സാധനം മുഅന്നസാണെങ്കിൽ എണ്ണം മുതക്കർ. 3 മുതൽ 10 വരെ 1, 2 മാത്രം, രണ്ടും സെയിം ആയിരിക്കും, എല്ലാ കാര്യങ്ങളും പരിഹരിക്കും എന്ന് പറഞ്ഞു. അവസാനിപ്പിച്ചു. അവസാനിച്ചു എന്താ ഇതൊക്കെ ഇത് നമ്മളെ ഇതിൽ പറയുന്ന മൊത്തമാണ്. നമ്മളെ കയ്യച്ചൊക്കെ പറയുന്നത് മുതക്കർ പുല്ലിംഗം മുഅന്നസ് സ്ത്രീലിംഗം. നമ്മള് വെള്ളമലയിൽ വന്നു കഴിഞ്ഞാൽ ആണ് മുതക്കർ മുഅന്നസ്, മുതക്കർ മുഅന്നസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുഫ്രദ് ഇതെല്ലാം മുഫ്രദാണ് പറഞ്ഞത്. ആട് അല്ല ഒരാള് നടന്നത് ഏകവചനം. ദ്വിവചനമാണ് ഇതല്ലോ മുസല്ല. ജംആണ് ഇതല്ലോ എന്ത് ബഹുവചനം. ഓക്കെ, ഗായിബ് ഇത് രണ്ടും ഗായിബാണ്. ഒരാളെ പറ്റി പറയാം, അവൻ അവളെന്ന് സൂചിപ്പിക്കുന്നത്, അത് വേറെ പറ്റി പറയാം. ഹാദിർ ഇതിന് എഴുതിയ ചെറിയ തെറ്റുണ്ട്, കുഴപ്പമില്ല. ഇവനല്ല നീ എന്ന് സൂചിപ്പിക്കണം. ചെറിയ തെറ്റിട്ടാണ് ഇത് നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, മുത്തകല്ലിം ഞാൻ ഞങ്ങൾ സൂചിപ്പിക്കാൻ ഈ 2 കാര്യങ്ങൾ. ഓക്കെ, ഇത്രയുമാണ് ഈ പാഠപ്പെട്ടത്. ഈ പറഞ്ഞ ഈ സാധനം ഈ പാഠത്തിൽപ്പെട്ടതല്ല, ഇത് നമ്മൾ മൊത്തത്തിലുള്ള കാര്യമാണ്. തന്നെ ഇതിൽ ചെറിയ തെറ്റുകൾ നിങ്ങൾ ഭയങ്കര പഠിച്ചു വെക്കരുത്, ശ്രദ്ധിക്കണം. ഓക്കെ, സാധനങ്ങൾ കിതാബ് പുസ്തകം, സയ്യാറത്ത് കാർ, കുർസിയാൻ 2 കസേര, താവിലത്താൻ മേശ, മേശ 2 മേശ, സലാത്ത് ഔറാത്ത് ഇലകൾ 3 ഇലകൾ, സലാത്ത് ദജാജാത്ത് 3 കിടക്കോഴികൾ, അർബഅത്തുല്ലാബ് വിദ്യാർത്ഥികൾ, ത്വാലിബാത്ത് വിദ്യാർത്ഥികൾ, കുതുബ് പുസ്തകങ്ങൾ, മുദരിസാത്ത് അധ്യാപികമാർ, മുദരിസാത്താണ് അധ്യാപികമാർ, അത്തിബാൽ ഡോക്ടർമാർ, മുമരിദാത്ത് നഴ്സുമാർ. ഈ അർത്ഥങ്ങളൊക്കെ പഠിച്ചു കേട്ടോ. തുയൂർ പക്ഷികൾ, നഅമാത് ഒട്ടക പക്ഷികൾ, പിന്നെ വുറൂദ് പൂക്കൾ, ദറാജാത്ത് സൈക്കിളുകൾ, അൽവാൻ നിറങ്ങൾ, ബനാത്ത് പെൺകുട്ടികൾ, ദുക്കൂർ പുരുഷന്മാർ, സബൂറാത്ത് ബോർഡുകൾ. ഈ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഒന്നും മറന്നുപോകാൻ പാടില്ല. ഈ 10 എണ്ണത്തിന്റെയും അർത്ഥം പഠിച്ചു വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഇതെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ലോണം മനസ്സിലാക്കാം. 1, 2 സാധനത്തിന്റെ പേര് എണ്ണവും ഒരേ ഇതിൽ തന്നെ മുതക്കറാണ് മുതക്കർ, മുഅന്നസാണ് മുഅന്നസ് എന്ന് പഠിച്ചു വെക്കുക. 3 മുതൽ 10 വരെയുള്ള വേറെ നിയമവും 1, 2 വേറെ നിയമങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക.